മട്ടന്നൂരിലെ പാലിയേറ്റീവ് മേഖലയ്ക്ക് അനുഗ്രഹമായി നെല്ലൂന്നിയിലെ പൂക്കോയ തങ്ങൾ ഹോസ്പിസ്. പരിചരണം ആവശ്യമുള്ളവർക്ക് വീട്ടിലെത്തിയും നെല്ലൂന്നിയിലെ സെന്ററിൽ എത്താൻ പറ്റുന്നവർക്ക് അവിടെയും സാന്ത്വനത്തിൻ്റെ കരുതലാവുകയാണ് പൂക്കോയ തങ്ങൾ ഹോസ്പിസിൻ്റെ പാലിയേറ്റീവ് യൂണിറ്റ്. നൂറുകണക്കിന് ആളുകൾക്കാണ് ഹോസ്പിസിലൂടെ സഹായം ലഭിക്കുന്നത്. മാസത്തിൽ 2 തവണയാണ് ഈ കാണുന്ന നെല്ലൂന്നിയിലെ സെന്ററിൽ ഡോക്ടറുടെ പരിശോധന. PTH കൂട്ടായ്മയുടെ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അമീർ അലിയാണ് നെല്ലൂന്നിൽ പരിശോധന നടത്തുന്നത്. നടന്ന് എത്താൻ കഴിയുന്നവർക്കാണ് സെന്ററിൽ സൗജന്യ ചികിത്സയും മരുന്നും നൽകുന്നത്. കിടപ്പിലായവരെ പരിശോധിക്കാനും സാന്ത്വന പരിചരണത്തിനുമായി നഴ്സും ഡോക്ടറും അടങ്ങുന്ന സംഘം വീടുകളിലെത്തും. ഇനി ഏത് പാതിരാത്രിക്കും ഡോക്ടറുടെ സേവനം വേണമെങ്കിലും PTHയിലൂടെ ലഭിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ TP മുഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി മട്ടന്നൂരിൽ നമ്മൾ ഈ ആസ്ഥാനം തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഏകദേശം 700-ലധികം രോഗികളെ നിങ്ങൾ വീട്ടിൽ പോയി ചികിത്സിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം എല്ലാ 2ാം ശനിയാഴ്ചയും കിടപ്പിലാവാത്ത എന്നാൽ നമ്മൾ ഡോക്ടർ കാണേണ്ട ആളുകളെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അടിസ്ഥാനത്തിൽ ഏകദേശം 20ഓളം രോഗികളെ ഒരു ദിവസം നോക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് പോകുന്നത്. ഇവിടെ വരുന്ന രോഗികൾക്ക് ഡോക്ടറുടെ സേവനത്തോടൊപ്പം തന്നെ അതിനാവശ്യമായ മരുന്നുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന PTH കൂട്ടായ്മയുടെ 9ാമത്തെ സെന്ററാണ് മട്ടന്നൂരിലേത്. 2021 പ്രവർത്തനം ആരംഭിച്ച PTHൽ ഇതുവരെ 800-ലധികം കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനമായിട്ടുണ്ട്. 15,000-ലധികം തവണയാണ് രോഗികളെ വീടുകളിൽ സന്ദർശിച്ചത്. പ്രായാധിക്യവും കിടപ്പിലായതുമായി പരിചരണം നൽകി വന്നവരിൽ 300ഓളം പേർ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. അവരിൽ 30ഓളം പേർ മാത്രമാണ് ആശുപത്രിയെ അവസാന ഘട്ടത്തിൽ സമീപിച്ചതെന്നും അവസാന നാളുകളിൽ ബന്ധുക്കളുടെയും PTH പ്രവർത്തകരുടെയും കരുതലിൽ വീട്ടിൽ കിടന്ന് സന്തോഷത്തോടെ മരിക്കാൻ കഴിഞ്ഞവരാണ് ഏറെയെന്നും ഡോക്ടർ അമീർ അലി പറഞ്ഞു. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മരണം. ആ മരണം എന്ന് പറയുന്നത് അത് സ്വന്തം വീടകങ്ങളിൽ തന്നെ ആവുക, അവരുടെ പ്രയാസങ്ങൾ കുറയുക, ആ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇവിടുന്ന് പിരിഞ്ഞു പോവുക, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിൻ്റെ വലിയൊരു സന്ദേശമെന്ന് പറയും. പ്രയാസങ്ങൾ, രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ അതിനൊക്കെ ചികിത്സകൾക്കൊക്കെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതികളില്ലാത്ത തരത്തിൽ സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയും അവരുടെ പ്രയാസങ്ങൾ കുറയുകയും ആ സ്വാതന്ത്ര്യം നൽകി പ്രയാസങ്ങൾ കുറയ്ക്കുക വഴി രോഗിയുടെയും അതോടൊപ്പം തന്നെ രോഗിയുടെ കുടുംബത്തിൻ്റെയും ജീവിത ഗുണനിലവാരം മാറ്റിപ്പിടിക്കണം. അവരുടെ ഡിഗ്നിറ്റി, ആ ഒരു ലൈഫിലുള്ള ഡിഗ്നിറ്റി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നെല്ലൂന്നിയിലെ വാടക കെട്ടിടത്തിലാണ് PTH സെന്റർ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് വലിയൊരു കെട്ടിടം പണിയാനുള്ള ഒരുക്കത്തിലാണ് ബന്ധപ്പെട്ടവർ. ഇത് യാഥാർത്ഥ്യമായാൽ മട്ടന്നൂരിലെ വലിയൊരു ആതുരാലയമായി മാറുമെന്നും PTH ജില്ലാ കോർഡിനേറ്റർ അൻസാരി തിലങ്കേരി പറഞ്ഞു. അതിന് പുറമെ ഡോക്ടർ പറഞ്ഞതുപോലെ 800-ലധികം ഡോക്ടർമാരെ വീടുകളിൽ ചെന്ന് വീട്ടകങ്ങളിൽ ചെന്ന് അവിടുന്ന് രോഗികളെ പരിശോധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പരിമിതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു 60 സെൻറ്റ് സ്ഥലം നെല്ലൂന്നിയിൽ എടുക്കുകയും ആ 60 സെൻറ്റ് സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് പണിതുയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയും ചെയ്യാം. ആ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു രീതിയിൽ OP, അതുപോലെ തന്നെ IP, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, അതുപോലെ ഫാർമസി തുടങ്ങി എല്ലാം ഒരു രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് സൗജന്യമായി കിട്ടാവുന്ന എല്ലാ തരത്തിലുമുള്ള ചികിത്സാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് മട്ടന്നൂരിലുള്ള PTH. ഹാഷിം നിറുവേലിയാണ് മട്ടന്നൂർ PTHന്റെ ജനറൽ കൺവീനർ. ഇവരുടെ സേവനം മട്ടന്നൂർ മണ്ഡലത്തിൽ മാത്രമല്ല, അതും കഴിഞ്ഞ് പേരാവൂർ, കൂത്തുപറമ്പ് മണ്ഡലപരിധികളിലും ലഭ്യമാണ്. ഇനിയും ഒരുപാട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമാകാൻ PTHയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.